ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂളാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. അതെ, അഖിലേട്ടൻ പറയുന്നത് പോലെ ഒരു കാലത്ത് നമുക്ക് പ്രസവം എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര തമാശയായിരുന്നു. അല്ലേടി, നമ്മളിപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. 2 കിലോ അരി ഇടിക്കാൻ നമ്മൾ പോവാറുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ എനിക്ക് ഡിപ്രഷൻ ഇല്ല. ഞാനാണെങ്കിൽ 10 പ്രസവിച്ചിട്ടാ നിൽക്കുന്നത്. ഞാൻ 9ാമത്തെ പ്രസവിച്ചപ്പോൾ ഞാൻ അപ്പൊ തന്നെ പോയി ടർഫ് ബുക്ക് ചെയ്ത് ഫുട്ബോളൊക്കെ കളിച്ചായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അടുത്ത പ്രഗ്നന്റ് ആണ്. അടുത്തത് ട്വിൻസ് ആണെന്ന് തോന്നുന്നു. ട്വിൻസാ, 2ഉം കുലുകുന്നുണ്ട്. ഇത് പ്രസവിച്ച ഉടനെ തന്നെ എനിക്ക് 2 കിലോ അരി ഇടിക്കണം. അതുപോലെ തന്നെ എന്റെ അമ്മ പ്രസവിച്ചെന്ന് പറയുമ്പോ എന്റെ അമ്മ പണ്ട് ബാക്ക് ഫ്ലിപ്പ് അടിച്ചപ്പോ ഞാൻ അതുവഴി വയറുവഴി വന്നതായിരുന്നു കേട്ടോ. പ്രസവിച്ച ഉടനെ എന്റെ അമ്മ പോയി മരത്തിൽ കയറി 2 മാങ്ങയൊക്കെ പറിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് മുളകൊടിയൊക്കെ തിന്ന് എനിക്ക് അപ്പൊ തന്നെ വായ വെച്ച് തന്നായിരുന്നു. ഇപ്പോഴും എന്റെ വായല ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. ഓ മൈ ഗാഡ്, മറന്നു, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, സോറി കേട്ടോ. നമുക്ക് അശ്വതിനെ വിളിക്കാം. അശ്വതിനെ അവളുടെ അമ്മ എങ്ങനെയാ പ്രസവിച്ചത് നമുക്ക് ചോദിച്ചറിയാം. അശ്വതി, ആ വയറ് എന്റെ അമ്മ ഉണ്ടല്ലോ ജിമ്മില് പുള്ള പഠിച്ചപ്പോ ഞാൻ തൂങ്ങി ഇറങ്ങി. പുള്ള പഠിച്ചോണ്ട് നിന്ന ടൈമില് തൂങ്ങി ഇറങ്ങി വന്നതാ ഇവള്. എന്നിട്ട് ഇവളെ മാറ്റി വെച്ചിട്ട് ഇവളെ അമ്മ വീണ്ടും 3 സെറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. 2 കിലോ അരി പോയി കുത്താനുള്ളതാ. ശരി, ബൈ. അശ്വതി അവിടെ വീണു. അശ്വതി ഇപ്പൊ പ്രസവിക്കും. അയ്യോ, നാട്ടുകാരെ ഓടി വായോ. അശ്വതി Muchas gracias, afición. Este es para vosotros. അയ്യോ, എന്റെ കൊച്ച്. അശ്വതി പ്രസവിച്ച കൊച്ചിന് ഇത്ര വലുതായത്. അയ്യോ, കുഴപ്പമില്ല. അയ്യോ, അശ്വതി എവിടെ? അശ്വതി, നിന്റെ കൊച്ചിനെ നോക്കണേ. ഓ മൈ ഗോഡ്, നെല്ല് കുത്താൻ പോട്ടാ. ഇനി പോയി 2 കിലോ നെല്ല് പോയി കുത്തിച്ചല്ലേ. ഓക്കെ, ബൈ. ഒരുമ്മന്നേ. പട്ടിന്നാ ഒരുമ്മതാ, ഒരുമ്മതാ, അത്രേ ഉള്ളൂ.